രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ലെന്ന് CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. പ്രകടനപത്രികയിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞു വഞ്ചിച്ചുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടിന് കാരണക്കാർ ജില്ലാ നേതൃത്വമാണെന്നും വിമർശനമുയർന്നു. 24 ബ്രേക്കിംഗുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നലെ നടന്ന പൊതുചർച്ചയിലാണ് സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ അതൃപ്തിയാണ് ഈ പ്രതിനിധികൾ പങ്കുവച്ചത്. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ല എന്നുള്ളതാണ് പൊതുചർച്ചയിൽ ഉയർന്ന വിമർശനം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ മന്ത്രിമാരുടെ പ്രവർത്തനമടക്കം മികവുറ്റതായിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മികച്ച ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഈ വിമർശനം. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് പെൻഷൻ എന്നുള്ളത് ഈ പ്രകടന പത്രികയിൽ തന്നെ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കാട്ടിയതാണ്. പക്ഷേ ഇത് നടപ്പാക്കാൻ കഴിയാത്തത് താഴെത്തട്ടിലെ പ്രവർത്തകരെ അടക്കം വെട്ടിലാക്കുന്നു എന്ന വികാരമാണ് ഈ പൊതുചർച്ചയിൽ ഉയർന്നത്. ഇത്തരത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ എന്തിന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയെന്നും പ്രതിനിധികൾ ചോദിച്ചു. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു, പക്ഷേ അതും വർദ്ധിപ്പിച്ചില്ല. ഈ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഈ പൊതുചർച്ചയിൽ ഉയർന്നത്. അതോടൊപ്പം തന്നെ CPM-നെ പ്രതിസന്ധിയിലാക്കിയ കരുവന്നൂർ വിഷയത്തിലും ചൂടേറിയ ചർച്ചകൾ ഇന്നലത്തെ ദിവസം നടന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം കണ്ട വേളയിൽ തന്നെ ഇടപെടുന്നതിന് ജില്ലാ നേതൃത്വത്തിന് വലിയ വീഴ്ചയുണ്ടായി. ജില്ലാ നേതൃത്വം ആ വിഷയം കണ്ട സമയത്ത് തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത് പരിഹരിക്കാമായിരുന്നു. നേതൃത്വത്തിന്റെ മൗനമാണ് കരുവന്നൂരിൽ ദുരന്തം സമ്മാനിച്ചതെന്നുള്ളതാണ് പൊതുചർച്ചയിൽ ഉയർന്നത്. ജില്ലാ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സഹകരണ തട്ടിപ്പ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ED-ക്കെതിരെ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് പറയുന്നു. ഏതറ്റം വരെയും പോയി ED-യെ പ്രതിരോധിക്കും എന്നൊരു നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടത്. പക്ഷേ ED-ക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ED-ക്ക് CPM-നെ കടന്നാക്രമിക്കുന്നതിനുള്ള വളമായി ഈ മൗനം മാറിയെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. ഇന്നലെ 18 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്ന് 9 മണിയോടുകൂടി സമ്മേളനം പുനരാരംഭിക്കും. ഇന്ന് രാവിലെയും പൊതുചർച്ച തുടരും. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് ചേർന്നത്.